ആ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday to you. 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 ഇനി ശ്യാമേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ. ഇനി അങ്കിളിന് കേക്ക് കൊടുക്കും. അമ്മേ അങ്കിളിന് കേക്ക് കൊടുത്തേ. എന്താ അമ്മേ നോക്കി നിൽക്കുന്നത്? അങ്കിളിന് കേക്ക് കൊടുക്ക്. ഇനിയാണ് എന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് അമ്മയ്ക്ക് തരാൻ പോകുന്നത്. ദാ. ഇത് ഞാൻ, ഇതമ്മ, ഇത് ഈ അങ്കിള്. നന്നായിട്ടുണ്ടോ അമ്മേ? നന്നായിട്ടുണ്ട്. അങ്കിളിന് ഞാൻ പെട്ടെന്ന് വരച്ചതാ. അത് നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട് മോളെ. മോളെ ശ്രീകുട്ടി, പൊന്നു മോളെ ശ്രീകുട്ടി, മോളെ
എന്റെ പൊന്നു മോളെ. എന്റെ പൊന്നു മോളെ. ശ്രീകുട്ടി മോളെ. ഈശ്വര, ഈ സ്നേഹം ഒടുവിൽ അരുണേട്ടന്റെ ജീവിതം തകർക്കാതിരുന്ന മതിയായിരുന്നു. ഹലോ, അവളില്ലേ അവിടെ? ശ്യാമ ഇവിടെ ഇല്ല. എന്റെ മോൾ അവിടെ വന്നിട്ട് ശ്യാമ എന്താ ചെയ്തേ? ചൂടുവെള്ളം കൊടുത്ത് അവളുടെ നാവ് പൊള്ളിച്ചു അല്ലേ? അവളാ വീരകഥകളൊക്കെ അമ്മയോട് പറഞ്ഞു കാണും. അവളിനി ആർക്കും വേണ്ടി പാടില്ലെന്ന് പറഞ്ഞതല്ലേ? വീണ്ടും പിന്നാലെ നടന്ന് അവൾ എന്തിനെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ഓ, ഞാനും മോളും നിങ്ങൾക്കിപ്പോ ബുദ്ധിമുട്ടായോ? പണ്ട് ഞങ്ങളെ കണ്ടാലേ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് എന്റെ കാശാ അവിടെ പലരുടെയും ജീവൻ നിലനിർത്തിയേ. അന്ന് മാഡം ചെയ്ത സഹായം ഞങ്ങൾ മറന്നിട്ടില്ല. അതിന് എന്റെ മോൾ ഒരുപാട് ഉപകാരം തിരിച്ചും ചെയ്തിട്ടില്ലേ? അതുപോരെ. അപ്പോ ഇനി ഞങ്ങൾക്ക് ശ്യാമ ഒരു ഉപകാരവും ചെയ്യില്ല, അതല്ലേ നിങ്ങൾ പറഞ്ഞത്? ഒടുവിൽ അവൾ എന്ത് തീരുമാനോ പറഞ്ഞേ? അതാദ്യം പറ. ഞാൻ പറഞ്ഞില്ലേ, ശ്യാമ ഇനി പാടുന്നത് അവൾക്ക് വേണ്ടി മാത്ര. ഇനി പാട്ടിന്റെ പേരും പറഞ്ഞ് എന്റെ മോളെ ശല്യം ചെയ്യരുത്. അപ്പൊ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല? ഇല്ല, ഇനി ആ തീരുമാനത്തിൽ മാറ്റമില്ല. ദുഃഖിക്കേണ്ടി വരും. ഇനി ഇതിന്റെ പേരില് എന്ത് ദുഃഖം വന്നാലും ഞങ്ങൾ സഹിച്ചോളാം. ചിലപ്പം നിങ്ങളുടെ കുടുംബത്തിനത് സഹിക്കാൻ പറ്റില്ല. ഗുണ്ടകളുമായിട്ട് വന്ന് ഞങ്ങളെ ഇറക്കി വിടാൻ നോക്കിയവരല്ലേ നിങ്ങള്? അതിനപ്പുറം ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. അത് വെറും സാമ്പിൾ മാത്രം. ഇനി വരാൻ പോകുന്നത് അതുക്കും മേലെയാ. ഞാനിപ്പോ വിളിച്ചതേ നിങ്ങളുടെ ആരുടെയും കാലു പിടിക്കാനല്ല, ഒരു മുന്നറിയിപ്പ് തരാനാ. അപ്പൊ മുന്നേ കരുതിയിരിക്കാലോ, അല്ലെങ്കിൽ പെട്ടെന്ന് തകർന്നു പോവും. ശ്യാമ എന്റെ മോളുടെ നാവ് പൊള്ളിച്ചു. ആ വേദനയും അപമാനവും ഒന്നും ഞങ്ങൾ മറക്കില്ല. ഒരു പാട്ടുകാരിയുടെ നാവ് പൊള്ളിയാ, നാവിന് എന്തെങ്കിലും സംഭവിച്ചാ അത് പ്രശ്നമല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? അവള് പിന്നെ പാടില്ല. അതോടെ ആ ഗായികയുടെ ഭാവി തകർന്നു. അത്ര തന്നെ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മോള് വരുമ്പോ അമ്മ ശരിക്കും സംസാരിക്കേ. നേരത്തെ പറഞ്ഞ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാ എന്നെ ഒന്ന് വിളിച്ചു പറയാൻ മോളോട് പറയും. മനഃപൂർവ്വം അങ്ങനെ ഒരു കടുങ്കൈ ആരോടും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇനിയും എന്റെ മോൾക്ക് വേണ്ടി പാടില്ല എന്നാണ് അവളുടെ തീരുമാനമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്റെ തീരുമാനം അത് ഞാനങ്ങ് നടത്തും. ഓർത്തോ? കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ.
അഭിരാമി, ശ്രീകുട്ടി നമ്മുടെ മോളാണോ എന്നാ ചോദിച്ചത്? അതെ. ഞാൻ നിന്നെ എവിടെയെല്ലാം തിരഞ്ഞെന്നോ? ഇത് എവിടെയായിരുന്നു? ജയിലില്. എന്റെ അഭിരാമി തെറ്റുകാരിയല്ലെന്ന് എനിക്കറിയാം. അന്നാരോ നിന്നെ മനഃപൂർവ്വം പെടുത്തിയതാ. അതാരാണെന്നൊന്ന് പറയേ. വസുന്ധരാമയും ആദ്യേട്ടനും അത് ചെയ്ത്. എന്താടാ ഇത്? ഇതൊക്കെ എന്നാ തുടങ്ങിയത്? എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? നിനക്ക് പിടിച്ചില്ലേ? അരുണേ, അപ്പോ ഒന്നും ഏട്ടന് അറിയാൻ വയ്യല്ലേ? എടാ എന്താ കാര്യം? നീ എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നേ? ആദ്യം കാര്യം പറ. എന്താ കാര്യമൊന്നല്ലേ? ഞാൻ കുറച്ച് ഇമോഷണൽ ആവുന്നതാണ് ഇവിടുത്തെ പ്രശ്നം അല്ലേ? നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ഇവിടെ എല്ലാരും കൂടിയേ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. എന്താടാ? അമ്മ എന്താന്നോ? ഇവിടെ ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം വലുത്. മറ്റുള്ളവർ എങ്ങനെ ആയെന്താ അല്ലേ? നീ ഇത് എന്ത് ഭാവിച്ചടാ? എന്നെ ഇങ്ങനെ ആക്കിയതാരാ? നിങ്ങളല്ലേ? വിട. പിന്നെ ഈ ഏട്ടനെന്ന് പറയുന്ന ഇയാളും. എന്താ? എന്നെ സ്വന്തം അമ്മയെ നിങ്ങളെന്നോ? ഏട്ടനെ ഇയാളെന്നോ? നിനക്കെന്താടാ ഭ്രാന്തായോ? അതെ, ഭ്രാന്താ. എനിക്ക് ഭ്രാന്താ, മുഴുവൻ ഭ്രാന്ത്. ഏട്ടാ അതെ. അരുണേ, എന്താ മോനെ നിനക്ക് പറ്റിയേ? എന്റെ മനസ്സമാധാനോ നിങ്ങൾ എല്ലാരും കൂടെ തകർത്ത് കളഞ്ഞ. പിന്നെ ഞാൻ എങ്ങനെ ഈ വീട്ടിൽ സ്വസ്ഥമായി ജീവിക്കുന്നേ? അറിയില്ല, എനിക്കറിയില്ല. അരുണേ, വേണ്ട, എനിക്കിവിടെ ആരുടെയും സിമ്പതി വേണ്ട. നീ എന്താ ഇടാനല്ലേ കാണിക്കുന്നത്? പറഞ്ഞത്? അരുൺ മോനെ, ആറ് ഒരാളെ അരുൺ, എല്ലാരും എനിക്ക് മനസ്സിലായി. എന്താടാ അവന് പറ്റിയേ? അറിയില്ലമ്മേ. ഇനി ഐശ്വര്യായിട്ട് അവൻ എന്തെങ്കിലും പ്രശ്നം, അതിന്റെ വിഷമത്തിലാണോ ഇങ്ങനെയൊക്കെ കാട്ടിയേ? എന്തായാലും അങ്ങനെ വരാനേ വഴിയുള്ളൂ. കാര്യം അറിയാതെ നമ്മൾ എന്താടാ ചെയ്യാ?
കുറച്ച് നോർമൽ ആവട്ടെ അമ്മേ. സമാധാനമായിട്ട് ചോദിച്ച് നമുക്ക് കാര്യങ്ങൾ അറിയാം. അമ്മ വിഷമിക്കണ്ട. അവർ തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നമാവും. അത് നമുക്ക് പറഞ്ഞ് സോൾവ് ചെയ്യാം. എന്നാലും എത്ര സമാധാനമായിട്ട് കഴിഞ്ഞിരുന്ന കുടുംബം ഇത്. ആദ്യം എന്റെ അഖി, ഇപ്പൊ ദേ അരുൺ. എന്താടാ ഇങ്ങനെ? അരുൺ അമ്മയോടും എന്നോട് ഇങ്ങനെ പെരുമാറണമെങ്കിൽ ഇത് ഐശ്വര്യമായിട്ടുള്ള പ്രശ്നമാവില്ല. മറ്റെന്തോ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തണം. നമ്മൾ എത്ര സൂക്ഷിച്ചതാ. പക്ഷെ ഒടുവിൽ എന്ത് ചെയ്യാനാ? അരുണേട്ടനെ അശ്വതിയെ കണ്ടു. എല്ലാം ഓരോരോ നിമിത്തങ്ങളാ. അറിയേണ്ട സമയത്ത് എല്ലാ സത്യങ്ങളും അറിയും. ആദ്യേട്ടനും അമ്മയാണ് അരുണേട്ടനെ അശ്വതിയിൽ നിന്ന് അകറ്റിയെന്ന് കേട്ടപ്പോ എനിക്കാദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അമ്മ ഇത് എന്തൊക്കെ പാപങ്ങളാ ചെയ്തു കൂട്ടുന്നത്. ഞാൻ അറിയുന്ന അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരുപക്ഷെ അന്ന് എന്തെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കും. ശ്യാമ അത് ന്യായീകരിക്കുകയാണോ? എന്ത് സാഹചര്യം? ഒന്നുമില്ല. അന്ന് അങ്ങനെ അമ്മയെ ആദ്യം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ അശ്വതി ചേച്ചി മരണേട്ടന് സന്തോഷത്തോടെ കഴിഞ്ഞേനെ. അശ്വതി ചേച്ചിയുടെ അവസ്ഥ ഇപ്പൊ എന്താ? പിന്നെ ശ്രീകുട്ടി, അവള് അച്ഛൻ ആരാന്നറിയാതെ, അച്ഛന്റെ സ്നേഹവും വാത്സല്യം കിട്ടാതെ എത്രമാത്രം വിഷമിക്കുക. ഇതെല്ലാം അമ്മയുടെ ആദ്യേട്ടന്റെ പിടിവാശി കാരണമല്ലേ? പറയൂ. അതല്ല ഇപ്പൊ എന്റെ ടെൻഷൻ. അമ്മയും ആദ്യേട്ടനുമാണ് ഇത് ചെയ്തതെന്ന് അരുണേട്ടൻ അറിഞ്ഞു. ഇനി അവരെ ഏട്ടനും അനിയനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം, അതാ നമ്മൾ പേടിക്കേണ്ടത്. പിന്നെ ഐശ്വര്യ എടുത്തിയത് അറിഞ്ഞാൽ അറിയാലോ, നമ്മുടെ കുടുംബം തകരും. അങ്ങനെ ഇനിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്ന എന്റെ പ്രാർത്ഥന. അരുണേട്ടൻ കൂടി ഇനി അമ്മയിൽ നിന്ന് അകന്ന അമ്മയ്ക്ക് അത് സഹിക്കില്ല. അരുണേട്ടൻ അമ്മയോട് അങ്ങനെ വഴക്കിടാൻ നിൽക്കുമോ? ഒന്നും അറിയില്ല. നമുക്ക് ഇവിടെ നിന്ന് ഒന്നും പരിഹരിക്കാൻ കഴിയില്ല. അവിടെ ഇനി എന്താ സംഭവിക്കുക? ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നുക. പിന്നെ അവിടെ അമൃതയുടെ അച്ഛനും ഒക്കെ ഉണ്ടല്ലോ, അതാ ഒരു ആശ്വാസം. നിങ്ങൾ രണ്ടാളും വന്നോ? ഞാൻ അറിഞ്ഞില്ല. മോളെ, ഇന്ന് അരുന്ധതി വിളിച്ചിരുന്നു. എന്നിട്ടോ? നീ ഇനി വിസ്മയ്ക്ക് വേണ്ടി പാടിയില്ലെങ്കിൽ എന്തോ വലിയ ഉപദ്രവം ചെയ്യൂന്നൊക്കെ പറഞ്ഞു. വലിയ ഉപദ്രവോ? എന്താ പറഞ്ഞേ? മോനെ, ചില ദുസൂചനകളാ. നാവ് പൊള്ളിക്കൂന്നോ എന്തോ ചെയ്യൂന്നോ അങ്ങനെ പലതും പറഞ്ഞു. അമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നോ? എന്താണെന്ന് അറിയണമല്ലോ. ഇപ്പൊ തന്നെ ഞാൻ നേരിട്ട് ചെല്ലാം. എന്താ അവരുടെ പ്രശ്നമെന്ന് ചോദിക്കണമല്ലോ. അയ്യോ മോനെ, അതൊന്നും വേണ്ട. ഇപ്പൊ മോനത് ചോദിക്കാനൊന്നും പോണ്ട. വേണ്ട സർ, എങ്ങും പോണ്ട. എന്ത് വന്നാലും ഞാൻ ഇനി വിസ്മയ്ക്ക് വേണ്ടി പാടുന്നില്ല. അവര് പറഞ്ഞോട്ടെ, നമ്മളായിട്ട് പ്രശ്നത്തിനൊന്നും പോണ്ട. ഓ, അങ്ങനെ എന്നും ക്ഷമിച്ചിട്ടാ അവര് വീണ്ടും വീണ്ടും വന്ന് തലേ കയറുന്ന. സർ, ഇപ്പൊ കൂടി നമുക്ക് ക്ഷമിക്കാം. ഞാനല്ലേ പറയുന്നേ. മോളെ, നീ ഇനി ഒറ്റയ്ക്കെങ്ങും പോകണ്ട. കൂടുതൽ സൂക്ഷിക്കണം കേട്ടോ. കൃഷ്ണ, എന്റെ കുഞ്ഞിനൊരു ആപത്തും വരാതെ കാത്തോണേ.
ആ ഇങ്ങിതാ. അതേട്ടാ,